പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വെൽക്കം ടു ലേൺ വിത്ത് ARM. ഇന്നത്തെ ക്ലാസ് ഒരു ഇംഗ്ലീഷിന്റെ ചോദ്യപേപ്പറിന്റെ ഡിസ്കഷനാണ്. ചോദ്യപേപ്പർ 2021 നടന്ന +2 പ്രിലിംസിന്റെ സ്റ്റേജ് 1ന്റെ ചോദ്യപേപ്പറാണ്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, എക്സ്പാൻഷൻ ഓഫ് ETC ഈസ് ഡാഷ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ്പാൻഷൻ ഓഫ് ETC എന്ന് പറഞ്ഞാൽ എന്താ? എക്സെട്ര ആണെന്ന് നമുക്കറിയാം അല്ലെ? എക്സെട്ര ആണ്. ആ എക്സെട്ര എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളത് നോക്കാം. എക്സെട്ര എഴുതുന്നത് ETCETERA ആണ് എക്സെട്ര. ഓക്കെ അല്ലേ? അപ്പം എക്സ്പാൻഷൻ ഓഫ് ETC എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സെട്ര ആണ്. എക്സെട്ര ETCETERA ആണ്. ഓക്കെ അല്ലേ? ചില അനുബന്ധ വസ്തുതകൾ നോക്കാം. EG എന്ന് പറഞ്ഞാൽ എന്താ? എക്സാമ്പിൾ അല്ലെ? അപ്പം എക്സംബ്ലി ഗ്രാഷ്യ ആണ് എക്സാമ്പിൾ ഗ്രാഷ്യ ആണ്. ഐ ആണെങ്കിലോ, ഐ എന്ന് പറഞ്ഞാൽ നമ്മൾ ദാറ്റീസ് നമ്മൾ പറയാം അല്ലെ? ദാറ്റീസ് അതെങ്ങനെ എഴുതുന്നത്? IDEST ആണ് ദാറ്റീസ് അല്ലെ? NB എന്ന് പറഞ്ഞാൽ നോട്ട് വെൽ. നോട്ട് വെൽ എന്ന് പറഞ്ഞാൽ എന്താ? നോട്ടാ ബെനെ ആണ് NB. ഓക്കെ. RIP എന്ന് പറഞ്ഞാൽ എന്താ? RIP എന്ന് പറഞ്ഞാൽ റെസ്റ്റ് ഇൻ പീസ് ആണല്ലോ. റെസ്റ്റ് ഇൻ പീസ് അത് എങ്ങനെ എഴുതുന്നത്? റെക്വിസ്കാറ്റ് ഇൻ പേസ് ആണ് RIP. AD ആണെങ്കിലോ, AD എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ ദ ഇയർ ഓഫ് ദ ലോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അന്നോ ഡോമിനി ആണ് AD എന്ന് പറഞ്ഞാൽ എന്താ? അന്നോ ഡോമിനി AD. AM എന്ന് പറഞ്ഞാൽ എന്താ? രാവിലെ അല്ലെ? AM എന്ന് പറഞ്ഞാൽ ആന്റേ മെറിഡിയം ആണ്. എന്താണ്? AM ബിഫോർ മിഡ്ഡേക്ക് മുൻപുള്ളത് ആന്റേ മെറിഡിയം. PM ആണെങ്കിലോ, PM എന്ന് പറഞ്ഞാൽ എന്താ? പോസ്റ്റ് മെറിഡിയം ആണ് PM. ആഫ്റ്റർ മിഡ്ഡേ PM. ഓക്കെ അല്ലേ? എന്തൊക്കെയാ? EG എക്സംബ്ലി ഗ്രാഷ്യ, ദാറ്റ് ഈസ് IDEST. NB എന്ന് പറഞ്ഞാൽ എന്താ? നോട്ടാ ബെനെ. RIP എന്ന് പറഞ്ഞാൽ റെക്വിസ്കാറ്റ് ഇൻ പേസ്. AD എന്ന് പറഞ്ഞാൽ അന്നോ ഡോമിനി. AM എന്ന് പറഞ്ഞാൽ ആന്റേ മെറിഡിയം. PM എന്ന് പറഞ്ഞാൽ പോസ്റ്റ് മെറിഡിയം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യമാണ്. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. ചെറുപ്പ്, ട്വിറ്റർ, ട്വീറ്റ്, ട്വിസ്റ്റ് എന്നിവയാണ് നൽകിയിരിക്കുന്നത്. ഇതിനകത്ത് ട്വിസ്റ്റ് എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത്. ട്വിസ്റ്റ് എന്താണ് ഉത്തരം? ട്വിസ്റ്റ് അല്ലേ? ചെറുപ്പ്, ട്വിറ്റർ, ട്വീറ്റ് അത് ഈ പക്ഷികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട 3 കാര്യങ്ങളാണ്. ചെറുപ്പ്, ട്വിറ്റർ, ട്വീറ്റ് എന്നിവ. എന്നാൽ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ബേർഡ്സുമായിട്ടൊന്നും ബന്ധപ്പെട്ടതല്ലാത്തത് കൊണ്ട് ഓഡ് വൺ എന്ന് പറയുന്നത്, ഒറ്റയാൻ എന്ന് പറയുന്നത് ആരായിരിക്കും? ട്വിസ്റ്റ് ആയിരിക്കും ഒറ്റയാണെന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ദ ഷോർട്ട് ഹൈ സൗണ്ട്സ് മെയ്ഡ് ബൈ ബേർഡ്സ് ഉണ്ടാക്കുന്ന ശബ്ദം, ഷോർട്ട് ആയിട്ടുള്ള ഹൈ ആയിട്ടുള്ള സൗണ്ടിന് നമ്മൾ പറയുന്ന പേരാണ് എന്തോ? ട്വീറ്റ് ചെയ്യാം. ട്വിറ്റർ, ചീപ്പ് അല്ലെ? ചീപ്പ്, ചെറുപ്പ് എന്നൊക്കെ പറയുന്നത് ബേർഡ്സുമായിട്ട് ബന്ധപ്പെട്ട വേർഡാണ്. എന്നാൽ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ബേർഡ്സുമായിട്ട് ബന്ധപ്പെട്ട വേർഡ് അല്ല. എ വെരി ലൗഡ് പിയേഴ്സിംഗ് സൗണ്ട് മെയ്ഡ് ബൈ ബേർഡ്സ് അതിന് നമ്മൾ പറയുന്ന പേര് ക്രൈ അല്ലെങ്കിൽ ഷ്രീക്ക് എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ഷ്രീക്ക് അല്ലെങ്കിൽ ക്രൈ എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്ന ആരാണ്? ട്വിസ്റ്റ് ആണ് ഓഡ് വൺ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. ലെറ്റ്സ് പ്ലേ ഫുട്ബോൾ. അത് ക്വസ്റ്റ്യൻ ടാഗ് എഴുതാൻ വേണ്ടിയുള്ള ചോദ്യമാണ്. ലെറ്റ്സ് പ്ലേ ഫുട്ബോൾ എന്ന് പറയുന്നതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് ഏതാണ്? ഡോണ്ട് വി ഉണ്ട്, ഷാൾ വി ഉണ്ട്, വില്ലിൻ യു ഉണ്ട്, ഡു വി ഉണ്ട്. ഉത്തരം ഏതാ വരുന്നത്? ഉത്തരം വരുന്നത് ഏതാണ്? ലെറ്റ്സ് വരുന്നത് കൊണ്ട് ഉത്തരം ഏതായിരിക്കും വരുന്നത്? ഷാൾ വി ആയിരിക്കും. ഏതാണ് ഉത്തരം വരുന്നത്? ഷാൾ വി ആയിരിക്കും വരുന്നത്. ഓക്കെ അല്ലേ? വെൻ let expresses a proposal or a suggestion, use shall we as tag. എന്താണ് let എന്ന് പറയുന്നത്? എന്താണ്? ഒരു ക്വസ്റ്റ്യൻ ടാഗിനകത്ത് വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ ടാഗായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആരെയായിരിക്കും? shall we ആയിരിക്കും യൂസ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ലെറ്റ് വന്നു, ലെറ്റിന്റെ കൂടെ ആര് വരും? shall we എന്ന് പറയുന്ന ടാഗാണ് വരുന്നത്. നോക്കി ഉദാഹരണം നോക്കാം. ലെറ്റ്സ് ഹാവ് സം മ്യൂസിക്. ലെറ്റ്സ് ഹാവ് സം മ്യൂസിക് എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് വന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാമെന്ന് മനസ്സിലാക്കുക? ഷാൾ വി യൂസ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? എന്നാൽ ലെറ്റ് മീയിൽ തുടങ്ങുന്ന സെന്റൻസുകളിൽ ക്വസ്റ്റ്യൻ ടാഗ് ഏതായിരിക്കും? വിൽ യു ആയിരിക്കും. എന്താണ്? ലെറ്റ് മീയിൽ തുടങ്ങുന്ന സെന്റൻസുകളിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് വിൽ യു ആയിരിക്കും. ഏതായിരിക്കും?
വില്യു ആയിരിക്കും. ലെറ്റ്സിൽ തുടങ്ങുന്നതിലാണെങ്കിൽ എന്താണ് ഷാൾ വി ആയിരിക്കും. ഏതാണ് ഷാൾ വി ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? നോക്കിക്കേ, ലെറ്റ് മീ വാച്ച് ദിസ് മൂവി. ലെറ്റ് മീ വാച്ച് ദിസ് മൂവി എന്ന് തന്നിരിക്കുന്നു. ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? വില്യു ആണ്. ഏതാണ്? വില്യു. ഓക്കെ അല്ലേ? ലെറ്റ് മീ ആണെങ്കിൽ വില്യു ആണ്. ഓക്കെ അല്ലേ? ആണെങ്കിൽ ലെറ്റ്സ് ആണെങ്കിൽ അവിടെ എന്ത് വരും? ഷാൾ വി വരും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ജോൺ ഈസ് ദ മാൻ ഡാഷ് സേവ്ഡ് ദ ചിൽഡ്രൻ. ജോൺ ഈസ് ദ മാൻ ഡാഷ് സേവ്ഡ് ദ ചിൽഡ്രൻ എന്നുള്ളതാണ് എന്താണ് നമ്മുടെ ചോദ്യം. അതിനകത്ത് വിച്ച് ആണോ, ഹൂം ആണോ, ഹൂ ആണോ, ഹൂസ് ആണോ എന്നുള്ളതാണ് നമ്മൾ അവിടെ ഡാഷ് ഉള്ളിടത്ത് ഫില്ല് ചെയ്യേണ്ടത്. എന്താണ്? ജോൺ ഈസ് ദ മാൻ എന്താണ്? ഹൂ ആണ്. ജോൺ ഇസ് ദ മാൻ ഹൂ സേവ്ഡ് ദ ചിൽഡ്രൻ. ജോൺ ഇസ് ദ മാൻ ഹൂ സേവ്ഡ് ദ ചിൽഡ്രൻ എന്നുള്ളതാണ് വരുന്നത് അല്ലെ? നമുക്കറിയാം എന്താണ് ഇവിടെ ഹൂ എന്നത് ഒരു സബ്ജക്റ്റ് പ്രോനോൺ ആണ്. ഹൂ എന്നത് സബ്ജക്റ്റ് പ്രോനോൺ ആണ്. അതിന് മുന്നിൽ പ്രസ്താവിച്ച മാൻ എന്നുള്ളതാണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത്? സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തന്നെ നമുക്കിത് വായിച്ചു നോക്കിയാൽ തന്നെ അറിയാം. ജോൺ ഇസ് ദ മാൻ ഹൂ അല്ലെ? ആരാണോ സേവ് ചെയ്തത് അയാളെ നമ്മൾ എങ്ങനെ പറയുന്നത്? ഹൂ എന്നാണ് പറയുന്നത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ഇഫ് ഐ വേർ യു I dash jump off the rock. If I were you, I dash jump off the rock എന്നുള്ളതായിരുന്നു എന്താണ് നമ്മളത് ഫില്ല് ചെയ്യേണ്ടത്. വുഡിന്റ്, വില്ല്, വുഡ് ഹാവ്, വുഡിന്റ് ഹാവ് എന്നിവയാണ് നൽകിയിരിക്കുന്നത്. ഓപ്ഷൻസിൽ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? വുഡിന്റ് ജംപ് ഓഫ് ദ റോക്ക്. ഇഫ് ഐ വേർ യു, ഞാനായിരുന്നു എങ്കിൽ ഞാൻ ഒരിക്കലും എന്ത് ചെയ്യുന്ന റോക്കിൽ നിന്നും അല്ലെങ്കിൽ പാറയിൽ നിന്നും ചാടില്ലായിരുന്നു. വുഡിന്റ് അല്ലെ? നമുക്കറിയാം ഈഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് വന്നു കഴിഞ്ഞാൽ മെയിൻ ക്ലോസിൽ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 വരുന്നു. എന്താണ്? ഈഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് മെയിൻ ക്ലോസിൽ ആര് വരും? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ് ആയിരിക്കും വരുന്നത്. ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇഫ് ഐ വേർ യു ഐ വുഡിന്റ് ജംപ് ഓഫ് ദ റോക്ക് എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, 6ാമത്തെ ചോദ്യം, 76ാമത്തെ ചോദ്യം, എവരിബഡി ക്ലെയിംസ് ടു ബി റൈറ്റ് ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇത് എന്താണ്? ക്വസ്റ്റ്യൻ ടാഗ് ആണ് വന്നിരിക്കുന്നത്. എവരിബഡി ക്ലെയിംസ് ടു ബി റൈറ്റ് ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. നമുക്ക് നോക്കാം. isn't it, aren't they, don't they, won't they എന്നിവയാണ് തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഏത് ഓപ്ഷനാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്? ഡോണ്ട് ദേ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ഡോണ്ട് ദേ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് അല്ലെ? എവരിബഡി വരുന്നുണ്ട് അല്ലെ? എവരിബഡി വരുമ്പോൾ എന്താണ് വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ദീസ്, ദോസ്, ഫ്യൂ, എ ഫ്യൂ, എവരിബഡി, എവരിവൺ, somebody, someone, anybody, anyone, nobody, no one, none, neither, either, each, some of them, all of them എന്നിവ സബ്ജക്റ്റ് ആയിട്ട് വന്നാൽ ക്വസ്റ്റ്യൻ ടാഗിലെ പ്രൊനൗൺ എന്ന് പറയുന്നത് ഏതായിരിക്കും? ദേ ആയിരിക്കും. ഏതായിരിക്കും? ദേ ആയിരിക്കും വരുന്നത്. എന്താ പറയുന്നത്? ഏതൊക്കെ വരുമ്പോഴാ? എവരിബഡി വരുമ്പോൾ അവിടെ എന്ത് വരും? ദേ വരും. എന്ത് വരും? ദേ വരും. ഓക്കെ അല്ലേ? ദീസ്, ദോസ്, ഫ്യൂ, എ ഫ്യൂ, എവരിബഡി, എവരിവൺ, സംബഡി, സംവൺ, എനിബഡി, എനിവൺ, നോബഡി, നോ വൺ, നോൺ, നൈദർ, ഐദർ, ഈച്ച്, സം ഓഫ് ദം, ഓൾ ഓഫ് ദം എന്നിവ സബ്ജക്റ്റ് ആയിട്ട് വന്നാൽ അവിടെ ക്വസ്റ്റ്യൻ ടാഗിലെ പ്രൊനൗൺ എന്ന് പറയുന്നത് എന്തായിരിക്കും എന്ന് പറയുന്നു? ദേ ആയിരിക്കും എന്ന് പറയുന്നു. എന്താണ് വരുന്നത്? ദേ ആയിരിക്കും വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം 77, കാലിക്കറ്റ് ഈസ് ഡാഷ് ദാൻ കണ്ണൂർ. കാലിക്കറ്റ് ഈസ് ഡാഷ് ദാൻ കണ്ണൂർ എന്ന് നൽകിയിരിക്കുന്നു. ഫർദർ, ഫീവർ, ഫർദസ്റ്റ്, ഫാർദർ എന്നിവയാണ് നമ്മൾ ഉത്തരമായിട്ട് നൽകിയിരിക്കുന്നത്. ഉത്തരം എന്ന് പറയുന്നത് ഫാർദർ അല്ലെ? ഫാർദർ. കാലിക്കറ്റ് ഈസ് ഫാർദർ ദാൻ എന്നുള്ളതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. നമുക്ക് നോക്കാം.
മോർ ഡിസ്റ്റൻസ്, കൂടുതൽ ദൂരത്തിനെ കാണിക്കാനാണ് ഏത് ഉപയോഗിക്കുന്നത്? ഫാർദർ ഉപയോഗിക്കുന്നത്. കൂടുതൽ ദൂരത്തിനെ കാണിക്കാൻ ഏതാണ്? ഫാർദർ ഉപയോഗിക്കുന്നു. ഡൽഹി ഈസ് ഫാർദർ ദാൻ, ഫാർദർ ഫ്രം പാറ്റ്ന ദാൻ ലക്നോ എന്നൊക്കെ പറയാറുണ്ട്. ഫാർദർ എന്ന് പറയുന്നത് കൂടുതൽ ദൂരത്തിനെ കാണിക്കുന്നു. ഫർദർ ആണെങ്കിലോ സംതിങ് അഡീഷണൽ, അതിന്റെ കൂടെ, ഇപ്പോഴത്തേതിൽ എന്താണ്? കൂടുതൽ, ഇപ്പോഴത്തേതിൽ നിന്നും കൂടുതലിനെ കാണിക്കാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഫർദർ ഉപയോഗിക്കുന്നത്. ഏത് ഉപയോഗിക്കുന്നത്? ഫർദർ ഉപയോഗിക്കുന്നത്. നോ ഫർദർ ഡിസ്കഷൻ ഈസ് റിക്വയർഡ് നൗ, ഇതിൽ കൂടുതൽ ഡിസ്കഷൻ ആവശ്യമില്ല. നോ ഫർദർ ഡിസ്കഷൻ ഈസ് റിക്വയർഡ് നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തേതിൽ കൂടുതലായിട്ടുള്ള ഒരു ഡിസ്കഷൻ ആവശ്യമില്ല എന്നുള്ളതാണ് തരുന്നത്, മനസ്സിലാക്കേണ്ടത്. അടുത്ത ചോദ്യം 78ാമത്തെ ചോദ്യമാണ്. ബൈ ജൂൺ നെക്സ്റ്റ് ഇയർ ഷീ ഡാഷ് ഹെർ പ്രൊമോഷൻ. ബൈ ജൂൺ നെക്സ്റ്റ് ഇയർ ഷീ ഡാഷ് ഹെർ പ്രൊമോഷൻ എന്നുള്ളത് നൽകിയിരിക്കുന്നു. വിൽ ഹാവ് റിസീവ്ഡ്, വിൽ റിസീവ്, ഹാസ് റിസീവ്ഡ്, റിസീവ്ഡ് എന്നിവയാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ ഉത്തരം എന്ന് പറയുന്നത് ഭാവിയിൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ, ഭാവിയിൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ കാര്യം പൂർത്തിയാകും എന്ന് സൂചിപ്പിക്കുവാൻ നമ്മൾ ഏത് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഫ്യൂച്ചറിൽ പെർഫെക്റ്റ് ആകുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ ഫോം എന്ന് പറയുന്നത് വില്ല്, സബ്ജക്ട് പ്ലസ് വില്ല്, ഷാള്, വില്ലോർ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ് അല്ലെ. അപ്പം എന്താ വരും എന്ന് പറഞ്ഞ വില്ല് അല്ലെങ്കിൽ ഷാള് പ്ലസ് ഹാവ് അല്ലെ. ഇപ്പൊ വില്ല് പ്ലസ് ഷാള് പ്ലസ് ഹാവ് വരുന്ന ഏതാണ്? വിൽ ഹാവ് റിസീവ്ഡ്. ഏതാണ്? വിൽ ഹാവ് റിസീവ്ഡ് എന്നുള്ളതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് അല്ലെ. അതായത് ഭാവിയിൽ പൂർത്തിയാക്കുന്ന കാര്യം, ഭാവിയിൽ പൂർത്തിയാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. അതിന്റെ ഫോം എന്ന് പറഞ്ഞാൽ ഏതാണ്? സബ്ജക്റ്റ് ഉണ്ടാവും, വില്ല് അല്ലെങ്കിൽ ഷാൾ ഉണ്ടാവും, പ്ലസ് ഹാവ് ഉണ്ടാവും, പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അടുത്ത ചോദ്യം 79. വെൻ ഡു യു വിഷ് ഡാഷ് നൗ ഓർ ലേറ്റർ. വെൻ ഡു യു വിഷ് ഡാഷ് നൗ ഓർ ലേറ്റർ എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് നോക്കാം. സ്റ്റാർട്ട്, സ്റ്റാർട്ടിംഗ്, ടു സ്റ്റാർട്ട്, ഫോർ സ്റ്റാർട്ട് എന്നിവയാണ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം വെൻ ഡു യു വിഷ്, വെൻ ഡു യു വിഷ് ടു സ്റ്റാർട്ട്, ടു സ്റ്റാർട്ട്, വെൻ ഡു യു വിഷ് ടു സ്റ്റാർട്ട്, നൗ ഓർ ലേറ്റർ എന്നാണ് നൽകിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഐ വാണ്ട് ടു ഗോ ആണെങ്കിൽ ഐ സോ ഹിം ഡു ഇറ്റ്, ഐ സോ ഹിം ഡു ഇറ്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. ടു വരുന്നുണ്ട്. എന്ത് വരുന്നുണ്ട്? ടു വരുന്നുണ്ട്. അടുത്ത ചോദ്യം. ടു റാറ്റ് റേസ് എമംഗ് ദ ലീഡേഴ്സ് ഈസ് റിവോൾട്ടിംഗ് മീൻസ്. ദ റാറ്റ് റേസ് എമംഗ് ദ ലീഡേഴ്സ് ഈസ് റിവോൾട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ന് പറഞ്ഞാൽ എന്താ? കറപ്ഷൻ ഓഫ് ലീഡേഴ്സ്, ഫേവറിറ്റിസം, ഫിയേഴ്സ് കോമ്പറ്റീഷൻ ഫോർ പവർ, കറപ്ഷൻ ഓഫ് പീപ്പിൾ എന്നിവയാണ് നൽകിയിരിക്കുന്നത്. ദ റാറ്റ് റേസ് എമംഗ് ദ ലീഡേഴ്സ് ഈസ് റിവോൾട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിയേഴ്സ് കോമ്പറ്റീഷൻ ഫോർ പവർ, ഫിയേഴ്സ് കോമ്പറ്റീഷൻ ഫോർ പവർ എന്നുള്ളതാണ് ദ റാറ്റ് റേസ് എമംഗ് ദ ലീഡേഴ്സ് ഈസ് റിവോൾവിംഗ് എന്ന് നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമുക്ക് ചില ഇഡിയംസ് നോക്കാം, അതിന്റെ മീനിങ്സ് നോക്കാം. അറ്റ് ദ ഹേം, അറ്റ് ദ ഹേം എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ എ ലീഡിംഗ് പൊസിഷൻ. അറ്റ് ദ ഹേം, HELM എന്ന് പറഞ്ഞാൽ ഇൻ എ ലീഡിംഗ് പൊസിഷൻ ആണ് അറ്റ് ദ ഹേം എന്ന് പറയുന്നത്. കട്ട് ദ ഗോർഡിയൻ നോട്ട്, കട്ട് ദ ഗോർഡിയൻ നോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ടു സോൾവ് എ ഡിഫിക്കൽട്ടി, ടു സോൾവ് എ ഡിഫിക്കൽട്ടിക്ക് നമ്മൾ പറയുന്ന പേര് ഇഡിയമാണ് ഇത് കട്ട് ദ ഗോർഡിയൻ നോട്ട് എന്ന് പറയുന്നത്. സ്മെൽ എ റാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ടു സെൻസ് സംതിങ് സസ്പീഷ്യസ്, പൂച്ച മണക്കുക എന്നൊക്കെ പറയും അല്ലെ. സ്മെൽ എ റാറ്റ്, സ്മെൽ എ റാറ്റ് എന്ന് പറഞ്ഞാൽ ടു സെൻസ് സംതിങ് സസ്പീഷ്യസ്, സസ്പീഷ്യസ് ആയിട്ട് എന്ത് ചെയ്യുന്നു? സംതിങ് സെൻസ് ചെയ്യുന്നു. ഓക്കെ. ടു സ്റ്റീൽ സംവൺസ് തണ്ടർ, ടു സ്റ്റീൽ സംവൺസ് തണ്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ടു ക്ലെയിം സംവൺസ് അച്ചീവ്മെന്റ്. എന്താണ്? ടു സ്റ്റീൽ സംവൺസ് തണ്ടർ എന്ന് പറഞ്ഞാൽ ടു ക്ലെയിം സംവൺസ് അച്ചീവ്മെന്റ് എന്നുള്ളതാണ്. യൂസ് യുവർ ലോഫ്, യൂസ് യുവർ ലോഫ് എന്ന് പറഞ്ഞാൽ എന്താ? ആക്ട് സെൻസിബിളി. യൂസ് യുവർ ലോഫ് എന്ന് പറഞ്ഞാൽ ആക്ട് സെൻസിബിളി എന്നുള്ളതാണ്. വെറ്റ് ബ്ലാങ്കറ്റ് എന്ന് പറഞ്ഞാൽ, വെറ്റ് ബ്ലാങ്കറ്റ് എന്ന് പറഞ്ഞാൽ എ യൂസ്ലെസ് പേഴ്സൺ. വെറ്റ് ബ്ലാങ്കറ്റ് എന്ന് പറഞ്ഞാൽ എ യൂസ്ലെസ് പേഴ്സൺ ആണ്. വെറ്റ് ബ്ലാങ്കറ്റ് എ യൂസ്ലെസ് പേഴ്സൺ. നിപ്പ് ഇൻ ദ ബഡ്, നിപ്പ് ഇൻ ദ ബഡ് എന്ന് പറഞ്ഞാൽ എന്താ? ടു പ്രിവെന്റ് സംതിങ് ഫ്രം ഡെവലപ്പിംഗ്. നിപ്പ് ഇൻ ദ ബഡ് എന്ന് പറഞ്ഞാൽ ടു പ്രിവെന്റ് സംതിങ് ഫ്രം ഡെവലപ്പിംഗ് ആണ് നിപ്പ് ഇൻ ദ ബഡ്, മുളയിലെ നുള്ളുക അല്ലെ. ഗ്രീസിംഗ് ദ
palm. Greasing the palm എന്ന് പറഞ്ഞാൽ എന്താ? ബ്രൈബിംഗ് ആണ്. Greasing the palm എന്ന് പറഞ്ഞാൽ ബ്രൈബിംഗ്. Greasing the palm, ബ്രൈബിംഗ്. Hold your horses എന്ന് പറഞ്ഞാൽ എന്താ? Be patient. Hold your horses, be patient എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഒന്നുകൂടെ പറയാം. At the helm എന്ന് പറഞ്ഞാൽ in a leading position. Cut the Gordian knot എന്ന് പറഞ്ഞാൽ to solve difficulty. Smell a rat എന്ന് പറഞ്ഞാൽ to sense something suspicious. To steal someone's thunder എന്ന് പറഞ്ഞാൽ to claim someone's achievement. Use your loaf എന്ന് പറഞ്ഞാൽ act sensibly. Wet blanket എന്ന് പറഞ്ഞാൽ a useless person. Nip in the bud എന്ന് പറഞ്ഞാൽ to prevent something from developing. Greasing the palm എന്ന് പറഞ്ഞാൽ bribing ആണ്. Hold your horses എന്ന് പറഞ്ഞാൽ be patient എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം 81ാമത്തെ ചോദ്യമാണ്. This is the place dash Gandhiji lived. This is the place dash ഗാന്ധിജി ലീവ്ഡ് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിരിക്കുന്നു. നമുക്കറിയാം, സിമ്പിൾ ആയിട്ട് നമുക്കിത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. വേർ. ദിസ് ഈസ് ദ പ്ലേസ് വെയർ ഗാന്ധിജി ലീവ്ഡ്. ദിസ് ഈസ് ദ പ്ലേസ് വെയർ ഗാന്ധിജി ലീവ്ഡ് അല്ലെ? വേർ അല്ലെ? വേർ ഈസ് എ റിലേറ്റീവ് പ്രോണൗൺ വിച്ച് ഈസ് യൂസ്ഡ് ടു റെഫർ പ്ലേസസുകളെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേർ എന്ന് പറയുന്ന റിലേറ്റീവ് പ്രോണൗൺ നമ്മൾ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ, സൈൻ യുവർ നെയിം ഓൺ ദ ഫോം where I have put a cross എന്ന് നമുക്ക് പറയാം അല്ലെ? വേർ എന്ന് പറയുന്നത് എന്താണ്? റെഫർ പ്ലേസുകളെ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റിലേറ്റീവ് പ്രോണൗൺ ആണ്. ദിസ് ഇസ് ദ പ്ലേസ് വെയർ ഗാന്ധിജി ലിവ്ഡ്. അടുത്ത ചോദ്യം, തിരുനെല്ലി ടെമ്പിൾ ഈസ് ഇൻ ദ ബാങ്ക്സ് ഓഫ്. തിരുനെല്ലി ടെമ്പിൾ ഈസ് ഇൻ ദ ബാങ്ക്സ് ഓഫ് ഡാഷ് കബനി റിവർ. തിരുനെല്ലി ടെമ്പിൾ ഈസ് ഇൻ ദ ബാങ്ക്സ് ഓഫ് ഡാഷ് കബനി റിവർ എന്നുള്ളതാണ് ചോദ്യം. ദ, ആൻ, എ, നോ ആർട്ടിക്കിൾ. അപ്പോൾ ആർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ തിരുനെല്ലി ടെമ്പിൾ ഈസ് ഇൻ ദ ബാങ്ക്സ് ഓഫ് ദി കബനി റിവർ. ദി കബനി റിവർ എന്നാണ് പറയുന്നത്. ദി അല്ലെ? ദി ഈസ് ദ, അല്ലെങ്കിൽ ദി ഈസ് ദി. ദി ഈസ് യൂസ്ഡ് ബിഫോർ ദ നെയിംസ് ഓഫ് റിവേഴ്സ്. റിവറുകൾക്ക് മുൻപിൽ ദി ഉപയോഗിക്കുന്നുണ്ട്. കനാലുകൾക്ക് മുൻപിൽ ഉപയോഗിക്കുന്നുണ്ട്. സീസ്, ഓഷ്യൻസ്, സ്ട്രെയ്റ്റ്സ്, ഗൾഫ്സ് എന്നിവയുടെയൊക്കെ മുൻപിൽ ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് യൂസ് ചെയ്യുന്നത്. എന്താണ്? റിവറുകൾക്ക് മുൻപിൽ, കനാലുകൾക്ക് മുൻപിൽ, സീകൾക്ക്, ഓഷ്യൻ, സ്ട്രെയ്റ്റുകൾ, ഗൾഫ്സ് എന്നിവയ്ക്ക് മുൻപിൽ ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ, ദ നൈൽ, the Suez Canal, the Arabian Sea, the Pacific Ocean, the Pak Strait, the Persian Gulf എന്നിവയെല്ലാം ഉദാഹരണങ്ങളാണ്. അതായത് നദികൾക്ക് മുൻപിലും സമുദ്രങ്ങൾക്ക് മുൻപിലും ഒക്കെ നമ്മൾ ഏത് ആർട്ടിക്കിൾ ആണ് യൂസ് ചെയ്യുന്നത്? ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, റിപ്പോർട്ട് ദ സെന്റൻസ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. വി വിൽ പേ ഫോർ ദ ഡാമേജ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം എന്ന് പറയുന്നത് we will pay for the damage. We offered to pay for the damage. We offered to pay for the damage എന്നുള്ളതാണ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഓംബ്രോഫോബിയ റിലേറ്റഡ് ടു OMBROPHOBIA. ഓംബ്രോഫോബിയ റിലേറ്റഡ് ടു വിൻഡ്, സ്റ്റോമ്, ബ്രീസ്, റെയിൻ എന്നിവയാണ് നൽകിയിരിക്കുന്നത്. ഓംബ്രോഫോബിയ എന്ന് പറയുന്നത് റെയിനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഏതാണ്? റെയിൻ. ഓംബ്രോഫോബിയ എന്ന് പറഞ്ഞാൽ എന്താ? ആൻ ഇന്റൻസ് ഫിയർ ഓഫ് റെയിൻ ആണ് ഓംബ്രോഫോബിയ. അക്രോഫോബിയ എന്ന് പറഞ്ഞാലോ? അക്രോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ഹൈറ്റിന് പറയുന്ന പേരാണ് അക്രോഫോബിയ. പിന്നെ അക്ലോഫോബിയ എന്ന് പറഞ്ഞാൽ എന്താ? ഫിയർ ഓഫ് ഡാർക്ക്നെസ് ആണ് അക്ലോഫോബിയ. ACHLUOPHOBIA അക്ലോഫോബിയ. ആന്ത്രോപ്പോഫോബിയ എന്ന് പറഞ്ഞാൽ എന്താ? ഫിയർ ഓഫ് പീപ്പിൾ ഓർ സൊസൈറ്റി. നമ്മൾ പറയുന്ന പേരെന്താ? ആന്ത്രോപ്പോഫോബിയ. അടുത്തത് ക്രോണോഫോബിയ എന്ന് പറഞ്ഞാൽ എന്താ? ഫിയർ ഓഫ് ടൈം. ക്രോണോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ടൈം ആണ്. ഗൈനോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് വുമൺ ആണ്. ഗൈനോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് വുമൺ.
പിന്നെ ഓഫിഡിയോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് സ്നേക്സ്. ഓഫിഡിയോഫോബിയ ഫിയർ ഓഫ് സ്നേക്സ് ആണ്. നെഫോഫോബിയ എന്ന് പറഞ്ഞാൽ എന്താ? ഫിയർ ഓഫ് ക്ലൗഡ്സ്. നെഫോഫോബിയ ഫിയർ ഓഫ് ക്ലൗഡ്. ഫിയർ ഓഫ് ക്ലൗഡ്സ് ആണ്. ക്രയോഫോബിയ എന്ന് പറഞ്ഞാൽ എന്താ? ഫിയർ ഓഫ് കോൾഡ് ആണ് ക്രയോഫോബിയ. CRYOPHOBIA ക്രയോഫോബിയ. പിന്നെ പോഗോണോഫോബിയ എന്ന് പറഞ്ഞാൽ എന്താ? ഫിയർ ഓഫ് ബിയേർഡ്സ് ആണ് പോഗോണോഫോബിയ. പിന്നെ ആന്തോഫോബിയ എന്ന് പറഞ്ഞാൽ എന്താ? ഫിയർ ഓഫ് ഫ്ലവേഴ്സ്. ഫിയർ ഓഫ് ഫ്ലവേഴ്സ് ആണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. ചേഞ്ച് ടു പാസീവ് വോയിസിലോട്ട് ചേഞ്ച് ചെയ്യുക. മിച്ചു ഈസ് സിംഗിങ് എ വെസ്റ്റേൺ സോങ് എന്നുള്ളത് പാസീവ് വോയിസിലോട്ട് ചേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ചോദ്യം എന്താണ്? A western song was being sung by Michu. A western song was sung by Michu. A western song was being sung by Michu. പിന്നെ none of the above എന്നിവയാണ് ഉത്തരമായിട്ട് നൽകിയിരിക്കുന്നത്. ഇതിനകത്ത് ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? none of the above എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത്. none of the above. അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എ വെസ്റ്റേൺ സോങ് ഈസ് ബീയിങ് സങ് ബൈ മിച്ചു എന്നുള്ളതാണ്. എ വെസ്റ്റേൺ സോങ് ഈസ് ബീയിങ് സങ് ബൈ മിച്ചു. ഈസ് ബീയിങ് വരണം. അതായത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഒരു വാക്യത്തെ പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോഴത്തേന് ഒബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് ബീയിങ് V3 എന്തൊക്കെയാ വരുന്നത്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു വാക്യത്തെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഒബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് പിന്നെ ബീയിങ് വരും പ്ലസ് V3. ഓക്കെ അല്ലേ? ഇതാണ് ഉത്തരമായിട്ട് വരുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. നൺ ഓഫ് ദ എബോ എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം 86ാമത്തെ ചോദ്യമാണ്. വിച്ച് വേർഡ് ഈസ് മിസ് സ്പെൽറ്റ്? തന്നിരിക്കുന്നതിൽ ഏത് വേർഡാണ് തെറ്റായിട്ട് ഉച്ചരിച്ചിരിക്കുന്നത്? മിസ് സ്പെൽറ്റ് ചെയ്തിരിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നു. ഡിഫെൻസിബിൾ, മാനേജബിൾ, സ്കൗണ്ട്രൽ, ഒക്യുപ്പന്റ് എന്നിവയാണ് നൽകിയിരിക്കുന്നത്. ഇതില് ഒരു പ്രശ്നം എന്നാന്ന് പറഞ്ഞാല് ഈ ഓപ്ഷൻ എ തെറ്റാണ്, ഓപ്ഷൻ ബി മിസ്പെൽറ്റ് ആണ്, ഓപ്ഷൻ സി മിസ്പെൽറ്റ് ആണ്. ഇത് വിച്ച് വേർഡ് ഈസ് മിസ്പെൽറ്റ് എന്ന് തന്നിരിക്കുന്നു. അതുകൊണ്ട് ഓപ്ഷൻ എയും ബിയും സിയും മിസ്പെൽറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് കൊണ്ട് ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് പറയാം? തെറ്റുത്തരമാണ്, അല്ലെങ്കിൽ തെറ്റ് ചോദ്യമാണെന്ന് നമുക്ക് പറയാം. തെറ്റ് ചോദ്യമാണ്, ക്വസ്റ്റ്യൻ ഈസ് റോങ് ആണെന്ന് നമുക്ക് പറയാം അല്ലെ. കറക്റ്റ് ആയിട്ട് ഇത് സ്പെൽ ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാല് ഡിഫെൻസിബിൾ. ഇവിടെ എന്ത് വരുന്നു? എസ് വരണം. ഡിഫെൻസിബിൾ എന്നുള്ളത് നോക്കുക. മാനേജബിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഇയും കൂടെ വരുന്നുണ്ട്. ഒരു മാനേജബിളിന്റെ ഒരു ഇയും കൂടെ വരും. സ്കൗണ്ട്രലിന്റെ അവിടെ SCOUNDREL ആണ് വരുന്നത്. EL വരും. ഒക്യുപ്പന്റ് ശരിയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് ഇത് ഒഴിവാക്കിയതായതുകൊണ്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഓപ്ഷൻസ് ചോദ്യം എന്താണ്? ഒഴിവാക്കിയ ചോദ്യമായിട്ടാണ് നമ്മൾ പറയുന്നത്. അടുത്ത ചോദ്യം ആന്റോണിംസ് ഓഫ് ഫിക്കിൾ. ഫിക്കിളിന്റെ ആന്റോണിം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഫിക്കിളിന്റെ ആന്റോണിം എന്ന് പറയുന്നത് ഏതാണ്? കോൺസ്റ്റന്റ് ആണ്. ഏതാണ് ഫിക്കിളിന്റെ ആന്റോണിം അല്ലെങ്കിൽ എതിർപദം, വിപരീത പദം എന്ന് പറയുന്നത് ഏതാണ്? ഫിക്കിളിന്റെ വിപരീതം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഏതാണ്? കോൺസ്റ്റന്റ്, സ്ഥിരമായത്. ഓക്കെ അല്ലേ? നമുക്ക് ചില വിപരീത പദങ്ങൾ നോക്കാം. ഫിക്കിൾ വിപരീതം റിലയബിൾ അല്ലെങ്കിൽ കോൺസ്റ്റന്റ്. റിലയബിൾ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആണ് ഫിക്കിളിന്റെ വിപരീതം എന്ന് പറയുന്നത്. ഫ്ലെക്സിബിൾ ആണെങ്കിൽ ഏതാ? റിജിഡ്. ഫ്ലെക്സിബിൾ റിജിഡ് ആണ്. ഓപ്പോസിറ്റ്. ഫോർബിഡ് ആണെങ്കിൽ അലോയ് ആണ്. ഫോർബിഡ് ആണെങ്കിൽ ഫോർബിഡൺ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ഫോർബിഡ് എന്ന് പറഞ്ഞാൽ അലോയ് ആണ്. അലോയ് ആണ് അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഫ്രാങ്കിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് സീക്രട്ട് ആണ്. ഫ്രാങ്കിന്റെ ഓപ്പോസിറ്റ് സീക്രട്ട് ആണ്. ഫ്രഷ് ആണെങ്കിലോ ഓപ്പോസിറ്റ് ഏതാ? സ്റ്റെയിൽ ആണ്. ഫ്രഷിന്റെ ഓപ്പോസിറ്റ് സ്റ്റെയിൽ ആണ്. ഫ്യൂരിയസ് ആണെങ്കിൽ ഓപ്പോസിറ്റ് നോർമൽ. ഫ്യൂരിയസ് ആണെങ്കിൽ ഓപ്പോസിറ്റ് നോർമൽ അല്ലെങ്കിൽ സോബർ ആണ് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. ഫ്യൂട്ടിലിറ്റി ആണെങ്കിൽ ഓപ്പോസിറ്റ് ഏതാ? യൂട്ടിലിറ്റി. ഫ്യൂട്ടിലിറ്റി ഓപ്പോസിറ്റ് യൂട്ടിലിറ്റി. അല്യൂർ ആണെങ്കിൽ റിപ്പൾസീവ് ആണ് ഓപ്പോസിറ്റ് വരുന്നത്. അല്യൂർ ആണെങ്കിൽ റിപ്പൾസ് ആണ് ഓപ്പോസിറ്റ് വരുന്നത്. കോൺസ്റ്റർനേഷൻ ആണെങ്കിൽ ഓപ്പോസിറ്റ് എന്താണ്? പീസ്ഫുൾനെസ് ആണ്. കോൺസ്റ്റർനേഷൻ ഓപ്പോസിറ്റ് പീസ്ഫുൾനെസ്. ഡിപ്ലോർ ആണെങ്കിൽ റീജോയ്സ് ആണ് ഓപ്പോസിറ്റ്. ഡിപ്ലോർ ഓപ്പോസിറ്റ് റീജോയ്സ്. ലാൻഗുഡ് ആണെങ്കിൽ ഓപ്പോസിറ്റ് ലൈവ്ലി ആണ്. ലാൻഗുഡ് ഓപ്പോസിറ്റ് ലൈവ്ലി ആണ്. ഓക്കെ അല്ലേ?
അടുത്ത ചോദ്യം 88. He dashed to her until she agreed to help. He dashed to her until she agreed to help എന്നുള്ളത് നൽകിയിരിക്കുന്നു. മേഡപ്പ്, മേക്കിന്, മേക്ക് ഓഫ്, മേഡ് ഇൻ എന്നിവയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഓണർഷിപ്പ് ഹി മേഡപ്പ് എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത്. ഹി made up to her until she agreed to help. made up എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? നമുക്കറിയാം മേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ, മേക്ക് ഓവർ ടു എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസ്ഫർ ഓണർഷിപ്പ് എന്ന് പറയാം അല്ലെ. മേക്ക് ഓവർ ടു എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓണർഷിപ്പ് ആണ്. മേക്ക് ഓഫ് വിത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ടു സ്റ്റീൽ സംതിങ് ആൻഡ് ക്വിക്ലി ടേക്ക് ഇറ്റ് അവേ. ടു സ്റ്റീൽ സംതിങ് ആൻഡ് ക്വിക്ലി ടേക്ക് ഇറ്റ് അവേ ആണ് മേക്ക് ഓഫ് വിത്ത്. എന്താണ് മേക്ക് ഓഫ് വിത്ത്? മേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? ടു ഹറി എവേ ഇൻ ഓർഡർ ടു എസ്കേപ്പ്. മേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ ടു ഹറി എവേ ഇൻ ഓർഡർ ടു എസ്കേപ്പ് ആണ്. മേക്ക് ഔട്ട് ടു ബി. മേക്ക് ഔട്ട് ടു ബി എന്ന് പറഞ്ഞാൽ എന്താ? ടു കാം. മേക്ക് ഔട്ട് ടു ബി എന്ന് പറഞ്ഞാൽ ടു കാം അല്ലെങ്കിൽ ടു അസേർട്ട്. ടു അസേർട്ട് ആണ് മേക്ക് ഔട്ട് ടു ബി. മേക്ക് ഇൻ ടു ആണെങ്കിലോ? മേക്ക് ഇൻ ടു ആണെങ്കിൽ ടു കൺവേർട്ട് വൺ തിങ് ഇൻ ടു അനദർ തിങ്. മേക്ക് ഇൻ ടു എന്ന് പറഞ്ഞാൽ ടു കൺവേർട്ട് വൺ തിങ് ഇൻ ടു അനദർ തിങ്. ഓക്കെ. മേക്ക് ഫോർ എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂട്ട് ടു റഷ് ടുവേർഡ്സ്. മേക്ക് ഫോർ എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂട്ട് ടു റഷ് ടുവേർഡ്സ് എന്നാണ് അർത്ഥമായിട്ട് തരുന്നത്. ഓക്കെ അല്ലേ? 19ാമത്തെ ചോദ്യം അല്ലെങ്കിൽ 89ാമത്തെ ചോദ്യം സിനോണിം ഓഫ് ക്വി വൈവ്. ക്യു വൈവിന്റെ സിനോണിം ഏതാണ് എന്ന് ചോദിച്ചിരിക്കുന്നു. ക്യു വൈവിന്റെ സിനോണിം എന്ന് പറയുന്നത് എന്താണ്? അലൂഫ് ഉണ്ട്, അലൈറ്റ് ഉണ്ട്, അലേർട്ട് ഉണ്ട്, അലോൺ ഉണ്ട്. ഉത്തരം എന്ന് പറയുന്നത് ക്യു വൈവിന്റെ സിനോണിം എന്ന് പറയുന്നത് എന്താണ്? അലേർട്ട് ആണ്. ഏതാണ്? അലേർട്ട് ആണ്. ഓക്കെ അല്ലേ? ചില ഫ്രേസൽ വെർബുകളും നമുക്ക് നോക്കാം. ഫ്രേസൽ വെർബ്സ്. ദേജാവു എന്ന് പറഞ്ഞാൽ എന്താ? A feeling of having already experienced the present situation. Dejavu. That's a feeling of having already experienced the present situation. Already എന്താണ്? present ആയിട്ടുള്ള കാര്യങ്ങൾ already experience ചെയ്തത് അല്ലേ? Dejavu. പിന്നെ crepusculum എന്ന് പറഞ്ഞാൽ എന്താ? crepusculum എന്ന് പറഞ്ഞാൽ ട്വിലൈറ്റ് ആണ്. എന്താണ്? ട്വിലൈറ്റ് ആണ് crepusculum. Apricus എന്ന് പറഞ്ഞാൽ എന്താ? Apricus എന്ന് പറഞ്ഞാൽ full of സൺലൈറ്റ് ആണ്. ഫുൾ ഓഫ് സൺലൈറ്റ് ആണ് ആപ്രിക്കസ്. ബ്യൂ മോണ്ടെ എന്ന് പറഞ്ഞാൽ എന്താ? ഹൈ സൊസൈറ്റി. ബ്യൂ മോണ്ടെ ഹൈ സൊസൈറ്റി. ബോൺ വോയേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഹാവ് എ പ്ലസന്റ് ജേർണി. ബോൺ വോയേജ് ഹാവ് എ പ്ലസന്റ് ജേർണി ആണ്. ഡിറ്റനു എന്ന് പറഞ്ഞാൽ എന്താ? ഡിറ്റനു എന്ന് പറഞ്ഞാൽ പ്രിസണർ ആണ്. ഡിറ്റനു പ്രിസണർ ആണ്. എൻ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ കംപ്ലീറ്റ്ലി. എൻ ബ്ലോക്ക്. എൻ മാസെ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ എ ബോഡി. എൻ മാസെ. മലാഫിഡ് എന്ന് പറഞ്ഞാൽ എന്താ? വിത്ത് എ ബാഡ് ഇന്റൻഷൻ. മാലഫെഡ് എന്ന് പറഞ്ഞാൽ വിത്ത് എ ബാഡ് ഇന്റൻഷൻ ആണ്. പിന്നെ സുയി ജനറസ് എന്ന് പറഞ്ഞാൽ എന്താ? സുയി ജനറസ് എന്ന് പറഞ്ഞാൽ യുണീക്ക് ആണ്. യുണീക്ക് ആണ്. ഓക്കെ അല്ലേ? 90ാമത്തെ ചോദ്യം. എ ഡേറ്റ് ഓർ ടൈം ബിഫോർ വിച്ച് എ പർട്ടിക്കുലർ ടാസ്ക് മസ്റ്റ് ബി ഫിനിഷ്ഡ്. എ date or time which a particular task must be finished. Bottom line, red letter day, 11th hour, deadline എന്നിവയാണ് ഓപ്ഷൻസ് ആയിട്ട് നൽകിയിരിക്കുന്നത്. A date or time before which a particular task must be finished എന്ന് പറഞ്ഞാൽ എന്ത് ലൈൻ ആണ്? ഡെഡ്ലൈൻ ആണ്. എന്താണ്? ഡെഡ്ലൈൻ ആണ്. ഓക്കെ അല്ലേ? നമുക്ക് ചിലത് നോക്കാം. ബോയിൽ ദ ഓഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ബോയിൽ ദ ഓഷൻ എന്ന് പറഞ്ഞാൽ ടേക്കിംഗ് അപ്പ് ആൻ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ഓർ ഓവർലേ ആംബിഷ്യസ് പ്രോജക്ട്. അതാണ് ബോയിൽ ദ ഓഷൻ. എന്താണ്? ടേക്കിംഗ് അപ്പ് ആൻ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ഓർ ഓവർലേ ആംബിഷ്യസ് പ്രോജക്ട്. അടുത്തത് ബൈറ്റ് ദ ബുള്ളറ്റ്. ബൈറ്റ് ദ ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ടു ഗെറ്റ് ആൻ അൺഫേവറബിൾ സിറ്റുവേഷൻ. ബൈറ്റ് ദ ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ ടു ഗെറ്റ് ആൻ അൺഫേവറബിൾ സിറ്റുവേഷൻ. ബൈറ്റ് ദ ബുള്ളറ്റ്. ഡെഡ് റിംഗർ എന്ന് പറഞ്ഞാൽ എന്താ? ഡെഡ് റിംഗർ എന്ന് പറഞ്ഞാൽ someone who looks extremely similar to someone else. Dead ringer. Someone who looks extremely similar to someone else. Dead ringer. അടുത്തത് fit as a fiddle. Fit as a fiddle എന്ന് പറഞ്ഞാൽ എന്താ? excellent health. Fit as a fiddle എന്ന് പറഞ്ഞാൽ excellent health എന്നുള്ളതാണ് എന്താണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. Fit as a fiddle, excellent health.
ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും 20 ചോദ്യങ്ങളായിരുന്നു 2021 12th പ്രിലിംസിന്റെ സ്റ്റേജ് 1 ചോദിച്ച ഇംഗ്ലീഷിന്റെ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അനുബന്ധ വസ്തുതകളും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ചോദ്യ പേപ്പറുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.